ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഒരു മക്രോണി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. നമുക്ക് മക്രോണി ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 4 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 2 കപ്പ് മക്രോണി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മക്രോണി ചേർത്ത് കഴിഞ്ഞ ഉടനെ ഒന്ന് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. അതിനുശേഷം ഒരു 6 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ മക്രോണി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ മക്രോണി നമുക്കൊരു സ്റ്റെയിനറിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം. അത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് മാറ്റി വെക്കാം. ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഒരു പാൻ എടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതൊന്ന് മാറ്റി വെക്കാം. ഇനി ഈ പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. 1 പച്ചമുളകും ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു വലിയ ഉള്ളി മുറിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഇവിടെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ഒന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ഞാൻ ചേർക്കുന്നത്. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റ് കിട്ടും. അതും കൂടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.